ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇവൻസ് മീഡിയ. പാലക്കാട് മുക്കുമ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് എൻ്റെ നാട്ടിൻപുറമാണ്. അപ്പോൾ ഈ നാട്ടിൻപുറത്തിൽ ഒരു എപ്പിസോഡ് ഞാൻ കാണിക്കട്ടെ. അതിൽ നല്ല കട്ട സപ്പോർട്ട് എനിക്ക് തരുകയും ചെയ്തു. അപ്പോൾ നല്ല വ്യൂസും ഒക്കെ വന്നു അതിൽ. അപ്പോൾ പിന്നെ അതുകൂടാതെ എനിക്ക് 1K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അതിനൊരു ചെറിയ സെലിബ്രേഷൻ നിങ്ങളോട് തന്നെയാണ്. അപ്പോൾ ഒരു മത്സരം ഞാനിതിലൂടെ വയ്ക്കാൻ പോകുന്നു, ഗിവ്. എങ്ങനെയാണ് റൂൾസ് എന്ന് പറയുന്നത്, ഈ വീഡിയോ ഫുള്ളായി കാണണം. ആ കണ്ടിട്ട് അതിൽ തന്നെ ആൻസർ ഉണ്ടാവും. പിന്നെ അതുകൂടാതെ അതിൽ ഒരു ഏറ്റവും അവസാനമായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. പിന്നെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് കമൻറ്റിലൂടെയാണ്. അപ്പോൾ വീഡിയോക്ക് അനുയോജ്യമായ ഒരു കമൻറ്റും പിന്നെ ഒരു ആൻസറായി ആ ചോദ്യത്തിനുള്ള ആൻസറും അത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യുന്നവർ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ ഷെയർ ചെയ്ത വ്യക്തിയോട് പറയണം ഇൻവൈറ്റ് ആരാണ് ഷെയർ ചെയ്തത്, അതിൻ്റെ പേര്. ഇപ്പോൾ എക്സാമ്പിൾ പറയണപ്പോൾ നമ്മുടെ ഫ്രണ്ട് അജിത്താണ് വെച്ചാൽ അജിത്തിൻ്റെ പേര് അജിത്ത് എഴുതിയിട്ട് ഇൻവൈറ്റ് അജിത്ത് വേണ്ടി ആ ആൻസർ എഴുതുക. അപ്പോൾ ഈ ഷെയർ ഏറ്റവും കൂടുതൽ ഇൻവൈറ്റ് ചെയ്ത ആ വ്യക്തി അജിത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഒരു പ്രൈസ്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല കമൻറ്റ് തിരഞ്ഞെടുക്കുന്നവർക്ക് നല്ലൊരു പ്രൈസ്. അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും അതേപോലെ ചെയ്യുക. അപ്പോൾ ഒരു എന്താ എനിക്ക് ഇത്രയും 1K സപ്പോർട്ട് നിങ്ങൾ ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സമ്മാനം തരാൻ വേണ്ടിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്ക് അങ്ങോട്ട് പോവാം. പാടം ഒത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് നെൽകൃഷി ഒരു ഇടസമയമാണ്, കൊയ്യാനായി എന്ന് പറഞ്ഞ സമയമായിരുന്നു. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പോൾ നെല്ലൊക്കെ വിതച്ചിട്ട് ആക്കിയിട്ട് ഇപ്പോൾ ഇത് പോത്തുണ്ടി വെള്ളം കണ്ടത്തിലൊക്കെ വെള്ളമാണ്. എന്ന് വെച്ചാൽ പോത്തുണ്ടി വെള്ളമാണ്. പോത്തുണ്ടി നമ്മൊരു എപ്പിസോഡ് പോത്തുണ്ടിയും കാണിക്കേണ്ടായി. അവിടെ നിന്നുള്ള വെള്ളമാണ് ഇവിടേക്ക് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഇതിൽ എപ്പോഴും ഉള്ള ക്യാമറാമാനാണിത്. ഇന്ന് ക്യാമറ എൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. നാറ് പാകിയിരിക്കുകയാണ്. അതുകൊണ്ടോ ഈ ഒരു ഫുൾ പച്ചപ്പ്, ഫുൾ പച്ചപ്പല്ലേ. ഇതൊരു 2 ആഴ്ച കഴിഞ്ഞാൽ ഇത് ട്രാക്ടർ വെച്ച് ഫുള്ളായി കണ്ട് ഉഴുതു മറിച്ചിട്ട് അതിലിപ്പോൾ നടിയിൽ ചെയ്യും. ഈവനിങ് ടൈമാണ്. സൂര്യാസ്തമയം കഴിഞ്ഞു. വരുമ്പോൾ കുറച്ച് ലേറ്റായി. അതിൻ്റെ ആ ഒരു മഞ്ഞ കളർ അവിടെ കാണുന്നില്ലേ. ഞാൻ അവിടെ ആ കാണുന്ന വീഴുമല എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എല്ലാ വീഡിയോയിലും വീഴുമലയും എല്ലാം കാണിക്കാറുണ്ട്. എല്ലാ വീഡിയോയിലും വീഴുമലയെക്കുറിച്ച് വീഴുമല ഒരു വീഡിയോ തന്നെ ചെയ്തിരുന്നു, താഴ്വാരമുണ്ട്. അതിന് മുകളിലേക്ക് പോകാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തതായി ചെയ്യുന്നതായിരിക്കും. നല്ലൊരു പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിൻപുറത്തിലെ വീഡിയോ ചെയ്തപ്പോൾ നല്ല വ്യൂവും നല്ല കമൻറ്റും കിട്ടി. അതുകൊണ്ടാണ് ഈ നെക്സ്റ്റ് വീഡിയോ പിന്നെയും അത് ചെയ്യണമെന്ന് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയത്. ഒരിക്കലും എന്താ പറയുക, നമുക്ക് ഈ കാഴ്ചകൾ മങ്ങില്ല, അത്രയ്ക്കുള്ളൊരു ഭംഗിയാണ്. നല്ലൊരു ക്ലൈമറ്റ്. ക്ലൈമറ്റ് പൊളിയാണ്. ഇപ്പോൾ ഈവനിങ് ടൈമൊക്കെ അവിടെ ഇരിക്കും നല്ല. നമ്മളെപ്പോഴും ഈവനിങ് ഇവിടെ വന്നിരിക്കുന്നല്ലേ. കാറ്റ് കുറവാണ്. കാറ്റ് കൊറ്റി വന്നു കറക്റ്റ് അളവെടുത്ത പോലെ ഉണ്ട് ഇല്ലേ. ചന്ദ്രക്കല്ല നോക്ക്, അത് സെറ്റ് ആയിട്ടില്ലേ. അത് അത്രയേ ഉള്ളൂ. കാർമേഘം മറ്റേതല്ലേ. കർക്കിടക കഴിഞ്ഞതിൻ്റെ ഇതാണ്. ചമ്മാനം നോക്കടാ, നോക്ക് വ്യൂ, നോക്ക് വ്യൂ പൊളി വെച്ചില്ലേ. ആ കൊറ്റി പറക്കണത് നോക്ക്. അടിപൊളി വ്യൂ പറയാം, അടിപൊളി വ്യൂ. ഫോട്ടോഷൂട്ടൊക്കെ പറ്റിയ ലൊക്കേഷൻ. ഇപ്പോൾ കറക്റ്റ് സ്പോട്ടാണ്. എന്ന് വെച്ചാൽ ഈ ലൊക്കേഷനിൽ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയായിരിക്കും, ഒന്നും പറയാനില്ല. എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ക്ലൈമറ്റ് കിട്ടണമെന്നുണ്ട് ഉണ്ടാവില്ല. കറക്റ്റ് ടൈമിലാണ് കിട്ടുള്ളൂ. ചില സമയത്തിൽ കാർമേഘം മൂടി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല.
സെറ്റായില്ല കളർ സെറ്റായത് നോക്ക് നല്ലൊരു പൊളിയുണ്ട്, വേറൊന്നും പറയാനില്ല. സംഭവം ഒരു കരിമ്പന പ്രത്യേക ക്ലൈമറ്റ്. പ്രത്യേകതരം ക്ലൈമറ്റ്. ഞാൻ അത്രയും പ്രതീക്ഷയില്ല, ഈ ഇത്ര ഇത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമുക്ക് മോള് ശരിക്കും തന്നെ ആഹാ, കറക്റ്റ് എൻ്റെ മോള് ആകാശം. ആ കാണാണ് നെല്ലിയാമ്പതി. നെല്ലിയാമ്പതി ശരിക്കും പറഞ്ഞാൽ ഒരു ചിത്രം വരച്ച പോലെ ഫീൽ ചെയ്യുന്നു. വെച്ചാൽ അത്രയ്ക്ക് വരച്ചിട്ടെടുത്ത പോലെ ഉണ്ട്. വരച്ചിട്ടില്ല, നമ്മ ഈ പഴയ ബുക്കിലൊക്കെ നോട്ട് ബുക്കുകളില് സീനറികളില്ലേ, പഴയ പഠിക്കുന്ന കാലത്തൊക്കെ കണ്ടിട്ടില്ല ബുക്കിലൊക്കെ നല്ലൊരു സീനറി. അതേപോലെ സെറ്റാണ്. സെറ്റ്. അപ്പോൾ കോട ഇറങ്ങിയായിരുന്നു. ഈ കോട ഇറങ്ങിയാണ് ഈ ഒരു മഞ്ഞ് കണ്ട ഒരു പുക മൂടിയ പോലെ അവിടെ കാണുന്നത്. നവംബർ മാസമല്ലേ, കോട ഇറങ്ങിയിട്ടുണ്ടാവും. കേരളത്തിലെ പാവങ്ങളിലെ ഊട്ടി അറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. പിന്നെ ഓറഞ്ച് ഓറഞ്ച് ഫാമുകളുണ്ട്. പിന്നെ സീതാറുമുണ്ട് ഇല്ലേ, തേയില എവിട്ടിയുടെ കമ്പനിയൊക്കെ അവിടെ ഉണ്ട്. പിന്നെ തൂക്കുപാലം, അങ്ങനെ ഒരുപാട് കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. പോത്തുണ്ടി നമ്മൾ ഒരു എപ്പിസോഡിൽ പോത്തുണ്ടി കാണിച്ചു. പോത്തുണ്ടി കുറിച്ചിട്ട് നമ്മൾ പറയുകയും ചെയ്യും. പോത്തുണ്ടി നമ്മൾ പോയി കാണിച്ചു കൊടുത്തു, വഴിയല്ല നെല്ലിയാമ്പതി കൂടെ വഴി കാണിച്ചു കൊടുത്തില്ലേ. നെല്ലിയാമ്പതി പോകണം, നമുക്കൊരു ദിവസം എപ്പിസോഡ് ഞാൻ നെല്ലിയാമ്പതി ചെയ്യും. കേരളത്തിലെ പാവങ്ങളുടെ ഊട്ടി എന്ന് പറയുമ്പോഴും നെല്ലിയാമ്പതിയാണ്. നെല്ലിയാമ്പതി എന്തായാലും നമുക്ക് പോവാം. യാത്ര അവസാനിപ്പിക്കുകയാണ്. ഈ നാട്ടിൻപുറത്തെ കാഴ്ചകൾ ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്, ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 1Kയുടെ ഒരു സെലിബ്രേഷൻ ഞങ്ങളുടെ ഒരു സമ്മാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ഇതാണ്, പാവങ്ങളിലെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്നാണ്. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഈ വീഡിയോ ഫുള്ളായി കണ്ടവർക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കമൻറ്റ് ചെയ്യണം, അത് ഉത്തരം കമൻറ്റ് ചെയ്യുക. ഷെയർ ചെയ്യുന്നവർ അവരുടെ പേര് ഷെയർ ചെയ്യുന്ന പേര് അവർ പ്രത്യേകം പറയണം, ഇന്നവിടെ എൻ്റെ പേര് എഴുതിയിട്ട് വേണം കമൻറ്റ് ചെയ്യുമെന്ന് പറയണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന വ്യക്തിക്ക് ഒരു സമ്മാനവും ഈ കമൻറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഞങ്ങൾ സമ്മാനം ധരിക്കും. അപ്പോൾ 1 മന്താണ് ഇതിൻ്റെ ഗ്യാപ്പ്. എന്ന് വെച്ചാൽ 1 മന്തിൽ ഞങ്ങൾ ഒരു ക്രിസ്മസിന് മുന്നായിട്ട് എടുക്കും. അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു സമ്മാനം ഞങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് നിങ്ങൾക്കൊരു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തരുന്നത്. എനിക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഞാൻ എന്തെങ്കിലും തരണ്ടേ, അത് ഒറ്റ ലക്ഷ്യത്തോടെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞുതരാം. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്, അതാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഡീറ്റെയിൽസ് റൂൾസൊക്കെ ഞാൻ കറക്റ്റായിട്ട് എഴുതി വയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ്. ശരി, അപ്പോൾ ഗുഡ് ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗുഡ് ബൈ.